താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏവ? കുമിങ്താങ് പാർട്ടിയും ഫലാങ് പാർട്ടിയുമാണ് ഇതിൻ്റെ ആൻസർ, അതായത് ഓപ്ഷൻ എ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ. നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ്, ബുധനും ശുക്രനുമാണ് ഇതിൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏവ? ഓപ്ഷൻ ബി ആണ് ആൻസർ. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തിയിരിക്കണം. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം നാലിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 1ഉം 3ഉം ജപ്പാനും ജർമ്മനിയാണ് ആൻസർ. ഇനി ഓപ്ഷൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ്, താഴെ കൊടുത്തിരിക്കുന്ന വിവരങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ? ആൻസർ വരുന്നത് ഡൽഹി സർവകലാശാലയും ശാന്തി നികേതനുമാണ് വരുന്നത്. ഇനി 6, താഴെ കൊടുത്തിരിക്കുന്ന വിവരങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ? ആൻസർ മൂഷക രാജവംശവും ആയ് രാജവംശവുമാണ് ആൻസർ വരുന്നത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻ ഡി ഇളമ്പരേരി മലയിൽ നിന്നാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രയിലെ ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി മാൻസിസിയും സിംപലിയസ് എന്നുമാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിൻ്റെ പ്രഭവ മണ്ഡലമാണ് നമ്മുടെ അസ്തനോസ്ഫിയർ, ഓപ്ഷൻ സി. 10ാമത്തെ ക്വസ്റ്റ്യന് അതിന് ആൻസർ ഇല്ല കേട്ടോ. 11ാമത്തെ ക്വസ്റ്റ്യന്, കാരക്കോറം, സസ്കർ, പിർപ്പാഞ്ചൽ എന്നീ പർവ്വത നിരകളിൽ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കാശ്മീർ ഹിമാലയം. 12, അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ 3 ഇനം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി കാപ്പിയാണ്. സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഏതാണ്? ഓപ്ഷൻ ബി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. 14, 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതായാണ്? ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ. 15, പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേര് എന്താണ്? നിധി ബോർഡ്. 16, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. 17, ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാന ധനകാര്യ സ്ഥാപനമാണ്? ഓപ്ഷൻ ഡി നബാർഡ്. സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? പണപ്പെരുക്കം. 19, നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 20, ഓപ്ഷൻ സി ആണ്. 20, കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്? 20 ഡി ആണ്, കളിത്തട്ട് ആൻസർ. 21ാമത്തെ ക്വസ്റ്റ്യൻ, കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്? ഓപ്ഷൻ എ VT ഭട്ടതിരിപ്പാട്. 22, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ്? സ്നേഹ സാന്ത്വനം, ഓപ്ഷൻ ഡി. 23 നമുക്ക് കറക്റ്റായിട്ട് ഒരു ആൻസറായിട്ട് കാണാൻ കഴിയുന്നില്ല. നെക്സ്റ്റ് 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. ഓപ്ഷൻ ബി ആണ്, ബിയും സിയും ആണ് ഇതിൽ ശരി. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യന്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക. അതിൽ ശരിയായത് ലോക്സഭ ഒരു സ്ഥിരം സഭയാണ്.
ഓപ്ഷൻ ബി രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന FPTP അനുസരിച്ചാണ്. ദെൻ ഡി തെറ്റ്. രാജ്യസഭയുടെ നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്നത് സ്പീക്കർ ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ആൻസർ. ഡോക്ടർ BR അംബേദ്കർ ആണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ. 28ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കാനാണ്. അതിൽ 28ാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടിയന്തരാവസ്ഥ ജർമ്മനി, ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്ക, ദെൻ ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ അമേരിക്ക, അവശിഷ്ടാധികാരം വരുന്നത് കാനഡയിലാണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ബി സർക്കാരിയ കമ്മീഷൻ. 30, ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം, എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിൻ്റെ വിശപ്പടക്കാൻ കഴിയൂ. ഇത് ആരുടെ വാക്കുകളാണ്. ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്. 31, ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരെന്ന് കണ്ടെത്തുക. 31 ആണ്. ഭയത്തിൽ നിന്നുള്ള മോചനം ആങ് സാൻ സൂക്കി, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര നെൽസൺ മണ്ടേല, സ്വാതന്ത്ര്യത്തിൻ്റെ 2 മാനങ്ങൾ ഇസയ ബേർലിൻ, സ്വാതന്ത്ര്യത്തിലേക്ക് JS മില്ലാണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ, 2024 പ്ലാൻ എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരനാരാണ്. ഡോക്ടർ S. ഫേസിയാണ്. 33, ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലുപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം. ആൻസർ ഓപ്ഷൻ സി മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഇനി 34ാമത്തെ ക്വസ്റ്റ്യന്, മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡാഷ് കോശങ്ങളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഓപ്ഷൻ ഡി ആണ് കരൾ. 35, താഴെ കൊടുത്തിരിക്കുന്ന ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ. ഓപ്ഷൻ ബി ആണ് കാർബൺ ഡയോക്സൈഡ്, മീഥേന്, ക്ലോറോ കാർബൺ, നൈട്രജൻ ഡയോക്സൈഡാണ്. 36 വരുന്നത്, IMA നടപ്പാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യ പ്രതിരോധം നൽകുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ, 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെടുന്ന പവർ എത്ര. ഓപ്ഷൻ ഡി 500 വോൾട്ട്. ദെൻ 38ാമത്തെ ക്വസ്റ്റ്യൻ, ജിയുടെ വില ധ്രുവങ്ങളേക്കാൾ മധ്യരേഖയിൽ കുറവാണ്. ഇതിൻ്റെ കാരണം എന്താണ്. ഓപ്ഷൻ എ ഭൂമിയുടെ ആകൃതിയാണ്. 39ാമത്തെ ക്വസ്റ്റ്യൻ, ISRO ഈയിടെ വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ്. ഓപ്ഷൻ ബി കാലാവസ്ഥ ഉപഗ്രഹമാണ്. 40, പ്രകാശവർഷം എന്നത് ഏതിൻ്റെ യൂണിറ്റാണ്. ദൂരത്തിൻ്റെ യൂണിറ്റാണ്. 41, ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ്. ഓപ്ഷൻ ഡി ലിഥിയമാണ്. അറ്റോമിക് നമ്പർ 31 മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ സി പീരീഡ് 4 ഗ്രൂപ്പ് 13. 43, കാർബൺ ഡയോക്സൈഡ് വാതകത്തിൻ്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രിയാണ്. താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏതെന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. കാർബൺ ഡയോക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാറ്റി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ, പൊട്ടാസ്യം, മാഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ എന്നീ മൂലകങ്ങളുടെ ലോഹ സ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം ഏതാണ്. 44 ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 45, CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതെല്ലാം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. സാകേതവും ലങ്ക ലക്ഷ്മിയുമാണ് വരുന്നത്. 46, കന്യാർകളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാം. ഓപ്ഷൻ എ ആണ് പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരണത്തിലുള്ളതാണ്.
മലമക്കളി, ദേശക്കളി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. 47 ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? ശരൺകുമാർ ലിംബാളയും പ്രഭാ വർമ്മയുമാണ്. 48 കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ച് എന്ന മുദ്രാവാക്യം ഏത് കായികമേളയുടേതാണ്? ഓപ്ഷൻ സി ഒളിമ്പിക്സ്. 49ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഓപ്പൺഹൈമറാണ്. ഓപ്ഷൻ ബി. 50 അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വരികൾ ഏത് കൃതിയിലേതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി. ആത്മോപദേശ ശതകം. അപ്പോൾ ഇതിൽ കുറച്ച് വോയിസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് നോക്കാം. അവിടെ പൊതുവേ നെറ്റ് സ്ലോ ആയതുകൊണ്ട് നമ്മൾ ആൻസർക്ക് അപ്ലോഡ് ചെയ്യാൻ ലേറ്റാവും. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങളുടെ കമൻസ് ഒന്ന് രേഖപ്പെടുത്താം. താങ്ക് യു.